ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? വിഷുവൊക്കെ എവിടെ വരെയായി? ഞങ്ങളിവിടെ ഓരോ വിഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയതൊക്കെ തീർത്തൊക്കെ കൊണ്ടിരിക്കണം. കാരണം വിഷുവിന് എനിക്കിതൊക്കെ വീണ്ടും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ വിഷുവിന് ഒരു പ്രഥമനും കൂടെ കാണിക്കുന്നുണ്ട്. അതുകൂടെ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഞാനിപ്പം അടുത്ത വലിയ വീഡിയോസൊന്നും ചെയ്യുന്നില്ല. കാരണം ഞാൻ കുറച്ചും കൂടെ പ്ലാൻ ചെയ്തിരുന്നു. എനിക്ക് അത്ര എത്താൻ പറ്റിയില്ല. എങ്കിലും കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഇത്തവണത്തെ വിഷു ലക്ഷ്മീസ് ഫുഡ് കോർട്ടിനോടൊപ്പം ആഘോഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പ്രഥമനാണ്, പരിപ്പ് പ്രഥമൻ. അപ്പോൾ ചെറുപരിപ്പ് കൊണ്ടാണ് ഞാനിവിടെ പ്രഥമൻ ഉണ്ടാക്കുന്നത്. ഇത് കടലപ്പരിപ്പ് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. റെസിപ്പിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഞാനിതിൽ ചൊവ്വരി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ചൊവ്വരി ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ ഈ പ്രഥമൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എപ്പോഴാണ് ചേർക്കേണ്ടത്, എങ്ങനെയാണ് ചേർക്കേണ്ടതെന്നൊക്കെ. അപ്പം അത് ചേർക്കണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒരു നിർബന്ധമില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾ അതുപോലെ ഒരു പാൽപ്പായസവും ഒരു രണ്ടാം പായസവും എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞ സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കി അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. ഹാപ്പി വിഷു. ഞാനിവിടെ ഒരു കപ്പ് ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്. ചെറുപരിപ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ചെറുപയറിൻ്റെ പരിപ്പ്. ഞാനിത് വെച്ചാണ് ഇന്നിവിടെ പ്രഥമൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് വെള്ളം വാരാൻ വയ്ക്കാൻ പോവാണേ. ഇത് ലുലുന്ന് ഞാൻ മേടിച്ച നാളികേരമാണ്. ഇതുപോലത്തെ 2 ഡബ്ബ നാളികേരമാണ് ഞാൻ എടുക്കാൻ പോണത്. ഒരു ഡബ്ബയിൽ 2 നാളികേരം, അപ്പോൾ മൊത്തത്തിൽ 4 നാളികേരം. ഈ 4 നാളികേരത്തിൽ നിന്നുള്ള പാലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവും ഡീറ്റെയിൽസൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് പറയാം. ഈ കപ്പിൻ്റെ അളവാണ് ഞാനിവിടെ പറയുന്നത്. ഇതിൽ 1.5 കപ്പ് ഒന്നാം പാൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചു. അതായത് ഇതിന് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ ഒന്നാം പാൽ പിഴിഞ്ഞെടുത്തു. വെള്ളം ചൂടുവെള്ളം ചേർത്തിട്ട് ഇതാക്കിയാൽ മതി. അങ്ങനെ 1.5 കപ്പ് ഒന്നാം പാൽ പിഴിഞ്ഞ് മാറ്റിയ ശേഷം സെയിം കപ്പിൽ 2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷൊക്കെ ചെയ്ത ശേഷം ഇളം ചൂടുവെള്ളമാട്ടോ ചേർത്ത് കൊടുത്തിരിക്കണേ. ഞാൻ 3 കപ്പ് രണ്ടാം പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. അതിലേക്കൊരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ നെയ്യൊക്കെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ കഴുകി വാരാൻ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചെറുപരിപ്പുണ്ടല്ലോ, അതായത് ചെറുപയർ പരിപ്പ്, അത് ഞാൻ ആ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വെള്ളത്തിൽ കഴുകി ഉണക്കിയതുകൊണ്ട് വറുത്തെടുക്കുമ്പോഴത്തേക്കും ആ മണം വരാൻ കുറച്ച് സമയം കൂടെ കൂടുതലെടുക്കും. പക്ഷേ നിങ്ങളൊരു 3-4 മിനിറ്റ് എടുത്താലും ശരി, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എളുപ്പപ്പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം വയ്ക്കാനുള്ള പരിപ്പ് കുറച്ചെടുത്ത് നനച്ച് കഴുകി വൃത്തിയാക്കി ഒരു തുണിയിലിട്ട് ഉണക്കിയിട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാവും ഈ പരിപാടി. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പായസം വയ്ക്കാൻ നേരത്തൊക്കെ അല്ല ഇത് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല. എന്താണെങ്കിലും നല്ല മണം വരുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തവി കുറച്ച് ചൂട് തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് നീളമുള്ള തവി എടുത്തിരുന്നു. നിങ്ങൾ ആദ്യം തന്നെ നീളമുള്ള തവി എടുത്തോളൂ. കാരണം ഞാൻ കുക്കറിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാറില്ല, ഞാൻ പാനിലിട്ട് ചെയ്തിട്ടാണ് കുക്കറിൽ ചേർക്കുന്നത്. ഒരു പണിയിലെങ്ങനെ കഴിയുമല്ലോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചാണ്. ഇതുണ്ടോ, നമ്മുടെ ചെറുപയർ പരിപ്പ് ഒന്നിനോടൊന്ന് തൊടാതെ എല്ലാം വറന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, ചെറുതൊക്കെ ബ്രൗണിഷ് കളറായി തുടങ്ങി. ഇങ്ങനെ ആയാൽ മതി. നമുക്കിവിടെയൊക്കെ നല്ലൊരു വറുത്ത മണം വരും ചെറുപയറിൻ്റെ. ആ ഒരു പാകം വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം, മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരുപാട് ഇരുന്നാൽ കരിഞ്ഞു പോവും. കരിയരുതൊരിക്കലും. ഈ ഒരു പാകമാണ് കറക്റ്റ്. ഇതിലേക്ക് ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. കാരണം ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് പൊട്ടാൻ തുടങ്ങും. ഞാൻ ഫ്ലെയിം വളരെയധികം കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വേവിക്കാനിടാം. ഞാനതിലേക്ക് 2 കപ്പ് വെള്ളം, അതായത് എത്ര പരിപ്പെടുത്തോ അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുത്താണ് വേവിക്കുന്നത്. നമ്മളെടുത്ത പരിപ്പിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട്
ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. മൂന്നാം പാൽ ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ മൂന്നാം പാൽ ഉപയോഗിക്കാറില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് 4-5 വിസിലാവുന്ന വരെ ഞാനിത് വേവിക്കാൻ പോവാണ്. നിങ്ങൾ ഓർക്ക് ഈ ചെറുപരിപ്പ് എന്തിനാണ് ഈ 4-5 വിസിൽ വരെ വേവിക്കുന്നതെന്ന്? അങ്ങനെയല്ല, നമ്മളിത് വറുത്തെടുത്ത ശേഷം വേവാൻ നല്ലോണം സമയമെടുക്കും. അപ്പം കുക്കറിലാകുമ്പോൾ വേഗം വെന്ത് കിട്ടും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ പരിപ്പിൻ്റെ വേവ് അനുസരിച്ച് ആദ്യം നിങ്ങൾ കുറച്ച് പായസം ഉണ്ടാക്കി നോക്കുക. ആ പരിപ്പിൻ്റെ വേവൊക്കെ മനസ്സിലാവുമ്പോൾ അതിനനുസരിച്ച് അടുത്ത പ്രാവശ്യം തൊട്ട് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതൊരു 5 വിസിൽ വേവിലാണ് വേവിക്കുന്നത്. ഞാൻ ആ കുക്കർ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കുക്കറിൽ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു 6 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഏകദേശം 1/2 കിലോ വരും. കാരണം ഞാൻ 1 കിലോയുടെ പാക്കറ്റിൽ 12 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 6 എണ്ണമാണ് എടുത്തിരിക്കണേ. അപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ ശർക്കര. നമുക്ക് ശർക്കര മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി. എന്തായാലും ശർക്കരപ്പാനി കൂടുതൽ ഉരുക്കി വെച്ചോളൂ, ബാക്കിയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സേവ് ചെയ്യാമല്ലോ. അല്ലാതെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് പിന്നീട് വീണ്ടും ഉണ്ടാക്കി അരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? അതുകൊണ്ടാണ് നമ്മളിത് നന്നായിട്ട് ശർക്കര പാനിയാക്കിയ ശേഷം ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കണം. അതാണ് നമ്മൾ മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ശർക്കര പാനി ഒരുവിധം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ചുകൂടി ഉണ്ട്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാനിതിൽ 1 കപ്പ് വെള്ളമാണ് ചേർത്തത്. നമ്മളിപ്പം എടുത്ത കപ്പില്ലേ, അതിന് 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇത് ഉരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് പറയാൻ വിട്ടുപോയായിരുന്നു. ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ആയതിനു ശേഷം നമുക്കിതൊന്ന് മുഴുവനും തണുപ്പിക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂട് പോയ ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ ശർക്കര മൊത്തം പാനിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒട്ടും ശർക്കര ബാക്കിയില്ല, എല്ലാ ശർക്കരയും നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളർ ശർക്കര വെച്ചും പായസം ഉണ്ടാക്കാം കേട്ടോ. കളറിലുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ കുഴപ്പമൊന്നും വരില്ല. അതുകൊണ്ട് ഡാർക്ക് ശർക്കര ഇല്ലല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കൊന്നും വേണ്ട. ഡാർക്ക് ശർക്കരയാണ് ശരിക്കും നല്ലത് ശർക്കര പായസത്തിലേക്ക്. ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ലൈറ്റ് ശർക്കര ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ ആദ്യം ലൈറ്റ് കളർ ശർക്കരയാണ് മേടിച്ചുകൊണ്ട് വന്നത്, അത് കഴിഞ്ഞിട്ടാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ ഞാനിത് എടുത്തു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അല്ലെങ്കിൽ ഇവിടെ ചിലപ്പോൾ ലൈറ്റ് കളർ കിട്ടി അത് വെച്ചാണെങ്കിൽ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. അപ്പുറത്ത് നമ്മുടെ കുക്കറിൽ 5ാമത്തെ വിസിലായിട്ടുണ്ട്, ഞാനത് ഓഫ് ചെയ്യാണ്. നമ്മുടെ കുക്കറിൽ പ്രഷറൊക്കെ പോയി നമുക്ക് തുറന്ന് നോക്കാം. ഇതുണ്ടോ, നമ്മുടെ പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് നല്ല ഇതായിട്ടുണ്ട്. ഇതേ സമയത്ത് നമ്മളിത് പാനിലിട്ട് വേവിക്കാൻ നിന്നാണെങ്കിൽ ഇത്ര പെട്ടെന്ന് ആയി കിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വേവിക്കാൻ പറഞ്ഞത്. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ നോക്കാം. നമുക്കൊരു ഹെവി ബോട്ടം പാൻ എടുത്ത് അടുപ്പത്ത് ചൂടാക്കാൻ വയ്ക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് നെയ്യ് വേണമെന്നില്ല, പക്ഷേ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെയ്യ് നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ദാല് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മിനിറ്റ് നേരം ഇതിനെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം പകുതി ശർക്കരപ്പാനിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, മധുരം നോക്കിയിട്ട് ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിമൊക്കെ ലോയിൽ കിടന്നോട്ടെ, നന്നായിട്ട് മിക്സ് ആവണ വരെ. അത് കഴിഞ്ഞിട്ട് മാത്രം ഫ്ലെയിം ഒന്ന് കൂട്ടിയാൽ മതി. മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ശർക്കരപ്പാനിയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് മധുരം ഒട്ടും പോരാ, ഞാൻ ബാക്കി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. കാരണം എൻ്റെ വീട്ടിലിത്തിരി നല്ലോണം മധുരം, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നല്ല മധുരമുള്ള പായസമൊക്കെ വേണം. ഇവിടെ പായസത്തിനും ഒക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് നല്ലോണം ലിക്വിഡായിട്ടാണ് ഇരിക്കുന്നത്. അതൊന്ന് കുറുകുന്ന വരെ നമുക്കൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ അകത്ത് അത്യാവശ്യം ചെറുപരിപ്പ് കിടക്കുന്നുണ്ട്, എന്നാൽ ആവശ്യത്തിന് മാഷ് ആയിട്ടുമുണ്ട്. ഈ ഒരു പാകത്തിന് വേവണം. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും പോലും കഷ്ണം കടിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മിക്സ് കിട്ടിയ ശേഷം സോട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ വേവിച്ചതിന് ഒന്ന് വേണമെങ്കിൽ
മിക്സർ ഗ്രൈൻഡറിൽ മിക്സിയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത്രയെങ്കിലും കടിക്കാൻ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ അരയ്ക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചൊവ്വരി കൂടെ ചേർത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ, ഞാനിവിടെ ചൊവ്വരി ചേർക്കാറില്ല, പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പായസം തയ്യാറാക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് ചൊവ്വരി വെള്ളത്തിലിട്ട് വയ്ക്കുക. എന്നിട്ട് ആ ചൊവ്വരി നല്ലപോലെ റണ്ണിങ് വാട്ടറിൽ കഴുകണം. അതിന് നല്ലൊരു പശയുണ്ട്, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇത്തിരി നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ആ ചൊവ്വരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിതിലുള്ള എക്സ്ട്രാ വെള്ളം ഒന്ന് കുറുകുന്നവരെ ഇത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. നല്ലോണം തിളച്ച് ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമെങ്കിലും ഒന്ന് കുറയണം. കാരണം നമ്മൾ നാളികേരപ്പാൽ ചേർക്കുമ്പോൾ വീണ്ടും ഇത് ലൂസാവും. അതും നമുക്ക് തിളച്ചൊന്ന് കുറുകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളമായാൽ ശരിയാവില്ല. അപ്പോൾ വേറൊരു കാര്യം പറയുന്നത്, പായസമൊക്കെ വയ്ക്കുമ്പോൾ തിളച്ച് തൂകിപ്പോകാത്ത ഒരു പാത്രത്തിൽ വെക്കണം. അല്ലാതെ ഒരുപാട് ചെറിയ പാത്രത്തിൽ വെക്കാൻ നിന്നാൽ ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് പണിയായി പോകും. മിനിമം ആ പാത്രത്തിൻ്റെ പകുതിയോളമെങ്കിലും നിൽക്കുന്ന തരത്തിൽ പായസം ഉള്ളെങ്കിൽ, പകുതി മാക്സിമം വന്നു കഴിഞ്ഞാൽ തിളച്ചെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പകുതിയേ വരാൻ പാടുള്ളൂ. അത്രയും പായസമുള്ള കൊള്ളുന്ന ഒരു പാത്രമായിരിക്കണം. നമ്മൾ വെക്കുന്നതിൻ്റെ ഡബിൾ സൈസുള്ള ഒരു പാത്രത്തിൽ വേണം നമ്മൾ പായസം ഉണ്ടാക്കാൻ. ഇത് ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ 2ാം പാൽ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് നല്ലോണം ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ കുറുകണ വരെ നമുക്ക് തിളപ്പിക്കാം. തുറന്ന് വെച്ച് തന്നെ തിളപ്പിച്ചാൽ മതി, അടച്ച് വെച്ച് തിളപ്പിക്കേണ്ട. നല്ലോണം കുറുകട്ടെ. നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ അളവ് കണ്ട് ടെൻഷൻ അടിക്കണ്ട. നമുക്ക് സാധാരണയായിട്ട് ഇത്തിരി നന്നായിട്ടൊന്ന് ഈ നാളികേരപ്പാലിൻ്റെ അളവ് വറ്റിയിട്ട് കുറച്ചൊന്ന് കുറഞ്ഞാൽ മാത്രമേ പായസത്തിന് ശരിക്കൊരു ടേസ്റ്റ് വരുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയിട്ട് കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഇത്രയും ലൂസായിട്ട് എന്തായാലും പാടില്ല. ഇതിപ്പം ഒഴിച്ച സമയത്തുള്ള ലൂസാണ്. കുറച്ചുകൂടെ നേരം കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ തിക്നെസ് വരും. അത് കഴിഞ്ഞ് മാത്രമേ നമ്മൾ 1ാം പാൽ ചേർക്കുള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ സമയമില്ല, പെട്ടെന്നൊന്ന് തിക്കാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ ചെറുപരിപ്പിൻ്റെ സെയിം പ്രൊസീജിയർ, കുക്കറിൽ വേവിക്കുന്ന വരെയുള്ള പ്രൊസീജിയർ വേറെ അടുപ്പിൽ ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് തിക്കായിപ്പോയി, ആറിക്കഴിയുമ്പോൾ ഒരുപാട് തിക്കായിപ്പോയെങ്കിൽ ഒരല്പം നാളികേരപ്പാൽ ചേർത്ത് ഒന്നുകൂടെ ചൂടാക്കിയെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സാധനം ലൂസാക്കി എടുക്കാം. ശർക്കര പായസത്തിൻ്റെ അകത്ത് മധുരത്തിൻ്റെ അളവ് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് മധുരത്തിൻ്റെ അളവ് അയ്യോ കുറഞ്ഞു പോയല്ലോ എന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട. കൂടാതെ നോക്കിയാൽ മാത്രം മതി. കാരണം നമുക്കിത് ഫുൾ കുക്കായ ശേഷം വേണമെങ്കിൽ ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് ഒഴിപ്പിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ സാധനം റെഡിയാവും. അപ്പോൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഇത് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. നമുക്കിത് വിട്ടിട്ട് പോകാം, ഇടയ്ക്ക് വരാം. ഒരു 2-3 മിനിറ്റിനിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിരിച്ച് വീണ്ടും പോവുക. അങ്ങനെ കുറച്ച് സമയം എടുക്കും ഇത് കുക്കാവാനായിട്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒട്ടും സമയമില്ല, ഇതൊന്ന് പെട്ടെന്ന് തിക്കാക്കി എടുക്കുകയും വേണം. അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പരിപ്പ് വേവിക്കാൻ നിൽക്കണമെന്നില്ല കേട്ടോ. അല്ലാത്ത ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ആരും എന്നെ വന്ന് അടിക്കരുത്, ആരോടും പറഞ്ഞു കൊടുക്കണ്ട, സീക്രട്ടായിട്ട് വെച്ചോ. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലേക്ക് കലക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിപ്പൊടി പുട്ടുപൊടി ആവരുത്, അപ്പം പൊടിയോ പത്തിരിപ്പൊടിയോ അങ്ങനെ നൈസായിട്ടുള്ള പൊടി വേണം, അത്രേ ഉള്ളൂ. വറുത്ത പൊടിയൊന്നും വേണം നിർബന്ധമില്ല കേട്ടോ. അരിപ്പൊടി കുറച്ച് നൈസായിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ട് കലക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല തിക്നെസ് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ തിക്കാവുകയും ചെയ്യും. അപ്പോൾ അത് ഞാൻ ടിപ്പായിട്ട് പറഞ്ഞാണ്. സമയമുണ്ടെങ്കിൽ നല്ലപോലെ വറ്റിച്ച് തന്നെ എടുക്കുക, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് സമയമില്ല, നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനുണ്ടെങ്കിൽ ആ സമയത്തെ കാര്യം മാത്രമാണ് പറഞ്ഞത്. എന്നാലും കുറച്ച് നേരം വറ്റിച്ചെടുക്കണം. നേരെ കൊണ്ട് അരിപ്പൊടി ഒഴിച്ചിട്ട് അങ്ങ് എടുത്ത് മാറ്റി വയ്ക്കരുത്, ലാസ്റ്റ് ഒന്നും വേവാത്തൊരവസ്ഥയാക്കി എടുക്കരുത്. കുറച്ച് സമയം ചെയ്യണം, ഒരുപാട് നേരം ചെയ്യാൻ നമ്മുടെ കയ്യിൽ ബാക്കിയില്ലെങ്കിൽ മാത്രമുള്ള കേസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതുണ്ടോ, നമ്മുടെ പായസം നല്ലോണം തിക്കായി. ഈ ഒരു തിക്നെസ് വരണം. ഇതുണ്ട്, ഇങ്ങനെ ഇളക്കുമ്പം നമുക്കൊരു പൊടിക്ക് ടൈറ്റായി എന്ന് തോന്നണം. ആ അവസ്ഥയിൽ ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം
ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർക്കുന്നതിന് മുമ്പ് ഒരു നുള്ളു ഉപ്പിട്ടോളൂ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എല്ലാ മധുരത്തിലും ഒരു നുള്ളു ഉപ്പിട്ടാൽ ആ മധുരം പെർഫെക്റ്റ് ആയിട്ട് തോന്നും. ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് 1-ാം പാൽ ചേർത്താൽ മതി. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് തലപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുപാട് നേരം തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായിരിക്കും നമുക്ക് ഓഫ് ചെയ്യണം. ഇതൊന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ച് കുടിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും. ഇത് കണ്ടോ, ഈ ഒരു തിക്നെസ്. ഇതൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് നോർമലി കുടിക്കുന്ന പായസത്തിൻ്റെ ആ ഒരു തിക്നെസ്സിലേക്ക് വരും. അത്രയേ ഉള്ളൂ. നമ്മുടെ പായസത്തിൻ്റെ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്കിതിലേക്ക് ഒരല്പം ഏലക്കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരല്പം ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളേ ചേർത്തിട്ടുള്ളൂ ചുക്കുപൊടി, കാരണം എൻ്റെ വീട്ടിൽ ഈ ചുക്കുപൊടിയൊന്നും വലിയ താല്പര്യമുള്ള കേസല്ല. അതുപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തോളൂ. ഞാനിവിടെ ജീരകത്തിൻ്റെ പൊടി എന്തായാലും ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാനുള്ള സാധനങ്ങൾ വറുത്ത് ചേർക്കാം. നമുക്കതിലേക്ക് കുറച്ച് സാധനങ്ങൾ വറുത്ത് ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു പാനാണ് വെച്ചിരിക്കുന്നത്. ഞാനിവിടെ കുറച്ച് നാളികേരക്കൊത്തും കുറച്ച് കാഷ്നട്ടും കിസ്മിസുമാണ് എടുത്തിരിക്കുന്നത്. നാളികേരക്കൊത്ത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. വളരെ തിന്നായിട്ട്, ഇങ്ങനെ കുറച്ച് വീതിയുള്ള പീസസ് ആയിട്ട്. നമ്മൾ ഉണ്ണിയപ്പത്തിൽ ചെയ്യുന്ന പോലെ പോരാ. നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം അതിലേക്ക് കുറച്ച് നാളികേരക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. നാളികേരക്കൊത്ത് വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബ്രൗൺ ആയിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ നല്ലപോലെ ബ്രൗൺ ആക്കാൻ നിൽക്കും. അങ്ങനെ ആയി വരുമ്പോൾ അവസാനം അത് ആ നെയ്യിൻ്റെ ചൂടൂടെ പോയി വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അതൊന്ന് ചൂടാറി വരുമ്പോൾ വീണ്ടും കറക്കും. അപ്പോൾ കരിഞ്ഞ പോലെ ഇരിക്കും. അതുകൊണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. പിന്നെ കാഷ്നട്ടും കിസ്മിസും ഒന്നും പ്രത്യേകിച്ച് പറയാനില്ലല്ലോ, അതെല്ലാവരും എല്ലായ്പ്പോഴും ചെയ്യുന്ന കാര്യമായിരിക്കുമല്ലോ. ഇതും ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നതാണ്, എല്ലാവർക്കും അറിയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ നാളികേരക്കൊത്ത് ഒരുവിധം ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കത് കോരി മാറ്റാം. കാരണം ഇനി അത് ഒരുപാട് കിടന്ന് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ബ്രൗൺ ആയി പോവും, കരിയും. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്, കാരണം ഈ ചൂട് എനിക്ക് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കാൻ മറന്നുപോയി. നാളികേരം കരിഞ്ഞാലും നമുക്ക് ഓഫ് ചെയ്തതാണ്. കാഷ്നട്ട് നന്നായിട്ട് റോസ്റ്റ് ആവണം എന്നുള്ളവർക്ക് ആദ്യം കാഷ്നട്ട് ചേർത്ത് ഒന്ന് സോട്ട് ചെയ്ത ശേഷം കിസ്മിസ് ചേർത്താൽ മതി. കാരണം കിസ്മിസ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം സോട്ട് ചെയ്യാൻ പറ്റില്ല, അത് കരിഞ്ഞു തുടങ്ങും. അതുകൊണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്കിനി ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുണ്ടോ നമ്മുടെ പായസത്തിൻ്റെ തിക്നെസ് നല്ലോണം തിക്കായില്ലേ, കണ്ടോ? ഈ ഒരു ലൂസെങ്കിലും വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ മുമ്പേ തന്നെ, ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒഴിച്ച് കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ കണ്ടോ നല്ല തിക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ നാളികേരക്കൊത്തുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. വിഷുവൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹാപ്പി വിഷു ഫോർ യു ഓൾ. താങ്ക് യു.